നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നമ്മുടെ മമ്മൂക്കായെക്കുറിച്ച് തന്നെയാണ്. കാരണം അദ്ദേഹം നിരവധി സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇതിൽ പലതും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്, വർണ്ണനകളിൽ ഒതുങ്ങാത്തതാണ്. കാരണം അത്രയധികം മനോഹരമായ സിനിമകളാണ് പലതും. ഇന്ന് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നടക്കുന്ന ഈ കാലത്തിന് മുമ്പ് സഞ്ചരിച്ച ഒരു സിനിമയുണ്ടായിരുന്നു. IV ശശി സാർ സംവിധാനം ചെയ്ത് ടി ദാമോദരൻ കഥ എഴുതി പിന്നെ ശശി സാറ് സംവിധാനം ചെയ്ത സിനിമയാണ് വാർത്ത. നമ്മളൊന്ന് ആലോചിക്കണം, ഇന്നത്തെ വർത്തമാന കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കഥയും കഥാപാത്രങ്ങളും അതായത് ഇന്നത്തെ കാലത്ത് നടക്കുന്ന പിന്നെ ഡയലോഗുകൾ തന്നെയാണ് അന്ന് നടന്നുകൊണ്ടിരുന്നതും ഇന്ന് നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും. കാരണം രാഷ്ട്രീയത്തിൽ ഇത് സർവ്വസാധാരണമാണ്. ഒന്ന് കേട്ടു നോക്കൂ, അന്നത്തെ കാലത്തെ ഡയലോഗിൻ്റെ ചില വാക്കുകൾ നമുക്ക് മമ്മൂക്കയിൽ നിന്നും കേൾക്കാം. അദ്ദേഹം ഈ ടി ദാമോദരൻ സാറ് കാലത്തിന് മുമ്പ് സഞ്ചരിച്ച ഒരു വ്യക്തിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് കേൾക്കുക. എനിക്കറിയാം, all politicians are cousins, all are corrupt, among them not even a single patriot. അതാണ് ഈ നാടിന്റെ ശാപം. ഇംഗ്ലണ്ടിൽ ചെന്ന ഇംഗ്ലീഷുകാരനെ കാണാം, ഫ്രാൻസിൽ ചെന്ന ഫ്രഞ്ചുകാരനെ കാണാം. ഇന്ത്യയിലോ തമിഴനും തെലുങ്കനും പഞ്ചാബിയും ബംഗാളിയും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അല്ലാതെ ഒറ്റ ഇന്ത്യക്കാരുണ്ടോ? അവരെ തമ്മിൽ അടുപ്പിച്ച് പരസ്പരം കുതികാൽ വെട്ടിച്ച് അധികാരം പിടിച്ചെടുക്കാനല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ ശ്രമിച്ചിട്ടുണ്ടോ? നാഷണൽ ഇന്റഗ്രിറ്റിയും സെക്കുലാരിസവും പ്രസംഗിക്കുന്ന ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിനിടയിൽ രാഷ്ട്രീയ ബോധമുള്ളവരുണ്ടാവും, രാഷ്ട്രബോധമുള്ളവരില്ല. ഈ ഡയലോഗുകൾ ഇന്ന് എത്രയോ അക്ഷരം പ്രതി ശരിയാണ്. പല രാഷ്ട്രീയക്കാരെയും കേൾക്കാം. രാഷ്ട്രബോധമുള്ളവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. അതാണ് ആ ഡയലോഗിൽ അവസാനം പറയുന്ന കാര്യങ്ങൾ. കാരണം രാഷ്ട്രീയമായിട്ട് എല്ലാവർക്കും പ്രാതിനിധ്യമുണ്ട്, പക്ഷേ രാഷ്ട്രത്തിന് വേണ്ടി ആരും ഇന്ന് ഒന്നും ചെയ്യുന്നില്ല. ചില വ്യക്തികൾ തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ചരിത്രങ്ങൾ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. അവനവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം നിലനിൽക്കുന്നതിന് വേണ്ടി, അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ഒരു രാജ്യത്തെ ജനത്തെ മുഴുവനും ഉപയോഗിക്കുന്നു എന്ന കണ്ടീഷനാണ് ഇന്ന് നടന്നു പോകുന്നത്. യാഥാർത്ഥ്യം അങ്ങനെ തന്നെയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തവരെ അവർ വെച്ചിരിക്കുന്നില്ല, അവരുടെ അടുപ്പിക്കുന്നില്ല. അതുപോലെ അന്നത്തെ കാലത്ത് സൂപ്പർ ഹിറ്റ് സിനിമയാണ് ഞാൻ ഈ പറഞ്ഞ വാർത്ത. ഒരുപാട് നാൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1986 അങ്ങോട്ടാണ് ഈ സിനിമ റിലീസായിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആവാനാണ് ചാൻസ്. കാരണം ഈ സിനിമ നമ്മളൊക്കെ അന്ന് നമുക്ക് ഭയങ്കര ഹരം കൊണ്ട് ഈ ഡയലോഗുകളൊക്കെ കേട്ട് പഞ്ച് പിടിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്തൊക്കെ നമ്മളൊക്കെ വലിയ ചെറിയ പ്രായങ്ങളല്ലേ, 10, 5, 6, 7 പഠിക്കുന്ന സമയങ്ങളാണ് അന്നൊക്കെ. ആലോചിക്കണം, അന്നൊക്കെ ഭയങ്കര ഡയലോഗുകൾ കൊണ്ട് ഇറങ്ങിയ സിനിമ. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു സിനിമ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര മനോഹരമായ സിനിമകളാണ് അന്നത്തെ കാലത്ത് ഇറങ്ങിയിരിക്കുന്നത്. പ്രേം നസീറിൻ്റെ, സത്യൻ സാറിൻ്റെത്, മധു സാറിൻ്റെത്, ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ. അങ്ങനെ ഒരു സിനിമ, കുടുംബ പശ്ചാത്തലമുള്ള സിനിമ ഇന്ന് ഇറങ്ങിയാൽ അത് കാണാൻ ആളുണ്ടാവുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നില്ല. അങ്ങനെ ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത സമയത്തും പല സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ ഇപ്പോൾ ഇനിയും ഉണ്ടാവേണ്ടിയിട്ട് ഇരിക്കുന്നു. കാരണം അങ്ങനെയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ പോക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക്. ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാവുകയാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇവിടെ വേഷം പകർന്നാടിയ ഒരു സിനിമയായിരുന്നു ആവനാഴി. അതിൽ ഗീതയെ വിളിക്കുന്നു. ആ ഗീതയെ വിളിച്ച് തൻ്റെ സുപ്പീരിയർ ഓഫീസറിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ സഹപാഠിയായ ഓഫീസറിൻ്റെ അടുത്ത് അദ്ദേഹം ഫോണിൽ വിളിച്ച് താൻ കൊല ചെയ്തിട്ടില്ല എന്ന് പറയുകയും അദ്ദേഹത്തെ ചീത്ത പറയുകയും എന്ന് പറയുന്ന ഒരു രംഗമുണ്ടല്ലോ. അത് സാധാരണ പോലീസുകാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു കേസായിരിക്കും. കാരണം ചെയ്തിട്ടില്ലാത്ത ചിലപ്പോൾ ചില കാര്യങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്നവരെ വിളിച്ച് തീർച്ചയായും അത്തരത്തിൽ ചില ഡയലോഗുകൾ അടിക്കും. അതുപോലെ ഗീതയെ വിളിച്ച് റൂമിൽ വരാൻ വിളിക്കുന്ന രംഗവും തൻ്റെ കാമുകി വരുന്ന രംഗവും അത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ടല്ലോ. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. അത് അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ സീൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതൊന്ന് കാണാം. എടാ, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇല്ല. ഒരു പട്ടിയും കൊന്നിട്ടില്ല. ഇല്ല. പിന്നെ ആരെ പേടിച്ച് ഞാൻ താമസം മാറ്റണം? ഞാൻ വീട് മാറണ്ട.
ഇവിടെ തന്നെ താമസിക്കും. താമസിക്ക്. ഞാൻ പറയുന്നു തന്നെ തിരിച്ചു പറയുന്നു. കള റാസ്കൽ, നിനക്ക് വട്ടാണതാ. സാറിനെ കാണാൻ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. സ്നേഹിച്ച പെണ്ണുപോലെ ഉപേക്ഷിച്ച ഈ കൊലയാളിയെ ഇവൾ സ്വീകരിച്ചു. ഇതാ ഇതിൻ്റെ അകത്ത് മിന്നും സീനുകളാണ്. അതായത് നമ്മളെ വളരെയധികം ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്ന രംഗങ്ങളാണ് ഇതൊക്കെ. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സിനിമ ഉണ്ടാ. ഇങ്ങനെ ഒരു സിനിമ ഇല്ല എന്ന് വേണം എനിക്ക് പറയാനുള്ളത്. ഇല്ല. കാരണം ഇന്നത്തെ സിനിമ അങ്ങനെയൊന്നും അല്ല. ഇന്നത്തെ ടെക്നോളജികൾ മാറി പല ടെക്നോളജികൾ വന്നു. അന്നത്തെ ഇന്നത്തെ സിനിമയായിട്ട് ഒരുപാട് അന്തരം ഇതിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് പിന്നെ സഹപ്രവർത്തകനെ വിളിച്ച് ചീത്ത വിളിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഗീതയെ വിളിക്കുന്നത്. അങ്ങനെ പോകുന്നു. അതേപോലെ വാർത്തയിലും ഇതുപോലുള്ള പല രംഗങ്ങളുമുണ്ട്. പല രംഗങ്ങളുണ്ട്. അതിൽ ഒരു രംഗം മാത്രമാണ് ഞാൻ ആദ്യം പ്ലേ ചെയ്തത്. ഇതുപോലെ വേറൊരു സിനിമയുണ്ട്, അടിയൊഴുക്കുകൾ എന്ന് പറഞ്ഞൊരു സിനിമ. ഇതിലും ഈ വാർത്തയിൽ ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മുടെ ഇന്നത്തെ 2 സൂപ്പർ ഹീറോകളാണ് ഈ 2 സിനിമകളിൽ അഭിനയിച്ചിരുന്നത്. അതായത് അടിയൊഴുക്കുകളും ആവനാഴിയും. ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആവനാഴിയല്ല, സോറി, പിന്നെ വാർത്തയിൽ. കാരണം ഇന്ന് പലരും അവർക്ക് 2 പേർക്കും വേണ്ടി കൊടി പിടിക്കാനും പാലഭിഷേകം ചെയ്യാനും നടക്കണം. അന്നും അവർ ചങ്ങാതിമാരാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. അന്നും അതിലും 2 പേരും വളരെ പ്രാതിനിധ്യമുള്ള രീതിയിൽ തന്നെയാണ് രംഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിലും മോഹൻലാലുണ്ട്. വാർത്തയിൽ ഈ അടിയൊഴുക്കുകൾ എന്ന സിനിമയിലും മോഹൻലാലുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകളിൽ അവർ 2 പേരുമുണ്ട്. ഇത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതിൻ്റെ കാരണം, ചില ഫാൻസ് അസോസിയേഷൻകാരുണ്ടല്ലോ, അവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ഇടയ്ക്കൊന്ന് കയറി പറഞ്ഞത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഒരു വ്യഭിചാരശാലയിൽ അകപ്പെടുന്നു. അതാണ് നമ്മുടെ നായികയായി അവസാനം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നായികയായി മാറുന്നത്. അതിനു മുമ്പ് ഒരു നായിക ഉണ്ടായിരുന്നു, അവരിടയ്ക്ക് കൊഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ അവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ കുടുംബത്തിൻ്റെ ജീവിത പ്രശ്നമാണ്, അവരെ കൂട്ടത്തിൽ എന്നെ കൊണ്ടുപോകരുത് എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് എങ്ങനെയാണോ ആ രംഗം അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ആ സിനിമ കണ്ട് പലർക്കും ഓർമ്മയുണ്ടാവും. അത്രയും മനോഹരമായിട്ടാണ്. കാരണം സാധാരണ ഒരു പോലീസുകാരൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ചീത്ത വിളിക്കുകയും അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ പോലീസുകാരും അത്തരക്കാരല്ല. പക്ഷേ എന്തുകൊണ്ടോ അവർ പോലീസ് സ്റ്റേഷനകത്ത് വന്ന് കയറുമ്പോൾ അവരങ്ങനെ ആയിത്തീരുന്നു. ചിലർ മനഃപൂർവ്വം ഈ അടിക്കാനും ഇടിക്കാനും വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ മറ്റു ചിലർ അങ്ങനെ അല്ല. അവർ ചോദ്യങ്ങൾ ചെയ്യുകയും നല്ലവരോട് തീർച്ചയായും ആ രീതിയിൽ തന്നെ പെരുമാറുകയും വളരെ മോശപ്പെട്ട, അതായത് ഒരു തരത്തിൽ അടക്കാൻ പറ്റാത്ത ടീമുകളെ മാത്രമാണ് അവർ ഉപദ്രവിക്കുകയും ചെയ്യുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, എന്തിനാണ് ഈ ഉപദ്രവം? കുറ്റം ചെയ്ത് എന്ന് ബോധ്യം വന്നാൽ ഉപദ്രവിക്കേണ്ട കാര്യം എന്തോ? അല്ലെങ്കിൽ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ചെയ്യിപ്പിക്കുവാൻ വേണ്ടി ആരോപിതനായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായും ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടില്ല, അവരെ എത്ര അടിക്കുന്നു? അവരൊന്നും അടിക്കാറൊന്നുമില്ല. ഒരു കുറ്റം ആരോപിച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ അവർ പോയി അറസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സെല്ലിനകത്ത് അടയ്ക്കുകയാണ് ചെയ്യണത്. അതിന് അവരെ വേണ്ടപ്പെട്ടവർ വരിക, അവർക്ക് വേണ്ടി സംസാരിക്കുക. അങ്ങനെ അല്ല, നേരെ മറിച്ചാണെങ്കിൽ, അതായത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യം വരികയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനെ റിലീസ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ കോടതിയിൽ ഹാജരാക്കും, ജയിലിലടയ്ക്കും. ഇതൊക്കെയാണ് ഇവിടത്തേക്ക് ചെയ്യണം. ഇവിടെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ആരെയും കൊണ്ടുപോയി അടിക്കുകയും പിടിക്കുകയും വെട്ടുകയും കുത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അറിവില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. എൻ്റെ 1-2 സുഹൃത്തുക്കളൊക്കെ ജയിലിലൊക്കെ പോയിട്ടുണ്ട്, കിടന്നിട്ടുമുണ്ട് അവന്മാർ. അവരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിക്കലും അവരെ ആരും അടിക്കാറില്ല, പിടിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. കുറ്റം ആരോപിച്ചിട്ടുണ്ടെങ്കിൽ തെളിയിക്കണം, നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുക, നിങ്ങൾക്ക് പോവാം. ഇത് തന്നെയാണ്. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്ത് തെറികളാണ് വിളിക്കുന്നത്. ഒരു വണ്ടിയുടെ പിറക്കേന്ന് വന്ന് ലൈറ്റ് അടിച്ചോ, അല്ലെങ്കിൽ അവർ നമ്മുടെ ഫോളോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ, സ്ഥലമില്ലാത്ത സ്ഥലത്ത് പോലും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവർ കൈ കാണിച്ചാൽ വണ്ടി നിർത്തണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത സ്ഥലത്ത് അവർ വന്നിരുന്നാൽ പോലും വണ്ടി നമ്മൾ പാർക്ക് ചെയ്താൽ ഈ അടയ്ക്കുന്ന ഫൈനിൻ്റെ ഇരട്ടിയാവും. കാരണം നമ്മൾ എവിടെയാണോ വണ്ടി നിർത്തുന്നത് അവരവിടെ വരും.
നമ്മുടെ പിറകേന്ന് വരും. നമ്മുടെ നാട്ടിലെ പോലെ മുന്നിൽ കയറ്റി കുറുക്ക് നിർത്തി ഒരു കാരണവശാലും നമ്മളെ തടഞ്ഞു നിർത്തില്ല. അവർ പിറക്കെ അലാറമായിട്ട് ലൈറ്റിട്ട് വണ്ടി പിന്നെ ഇത് മൈക്രോഫോണിൽ കൂടെ ഈ വയർലെസ്സിൽ കൂടെ വിളിച്ച് പറയും, വണ്ടി ഒതുക്കാൻ പറയും. സൈഡ് നോക്കി നമ്മൾ വണ്ടി നിർത്തണം. ഇതാണ് ഇവിടുത്തെയൊക്കെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് പതിവ്. നമ്മുടെ നാട്ടിലൊക്കെ ഇനി ഇതൊക്കെ എന്ന് വരുമെന്നറിയില്ല. ഒരു കൈ കാണിച്ചാൽ ഒത്തിരി അപ്പുറത്ത് പോയി നിന്ന് പോയാൽ പിന്നെ പറയുന്ന തെറിക്ക് യാതൊരു കൈയും കണക്കുമില്ല. അതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. അപ്പോൾ ഈ ആവനാഴിയിലെ ചില പോലീസുകാർ ഇത്രയും പച്ചയായി പിന്നെ അവതരിപ്പിച്ചിട്ടുള്ള മറ്റൊരു സിനിമ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിനുശേഷം വേറൊരു സിനിമ വന്നായിരുന്നു. ഈ അടുത്ത സമയത്ത് ഒരു 2-3 കൊല്ലത്തിന് മുമ്പ് വേറൊരു സിനിമയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അല്ല ഇത്. ഈ ആവനാഴി എന്ന സിനിമ ഒരു തനി ഇടിയൻ പോലീസിൻ്റെ സിനിമ തന്നെയാണ്. പച്ചത്തെറി പറയുന്ന എന്നാൽ മനസ്സിൽ കളങ്കമില്ലാത്ത ശുദ്ധനായ ഒരു മനുഷ്യനെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് ആവനാഴി. എത്ര തവണ കണ്ടാലും നമുക്കത് മരം. ആ അമരത്തിന് ചെയ്തപ്പോൾ അതിനകത്തൊരു വ്യക്തി എഴുതിയിരുന്നതാണ്. അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് ഈ സിനിമയെക്കുറിച്ചൊന്ന് പറയാം, ആവനാഴിയെക്കുറിച്ച് പറയാം എന്നെനിക്ക് തോന്നിയത്. അതിനു മുമ്പ് വാർത്ത ഇത്തിരി പോലും കണ്ടു. അപ്പോൾ അതിൻ്റെയും ഒരു ചെറിയ ഇതും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്, കാണുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മൃഗയ പിന്നെ അതേപോലെ ഈ ആവനാഴി, അതേപോലെ വേറെ എന്തെന്ന് ജോണി വാക്കർ, അങ്ങനെ വേറെ 1-2 സിനിമയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറെ ഒരു സിനിമയുടെ പേര് മണിമുത്തൂരിലെ 1000 ശിവരാത്രികൾ. അതൊക്കെ ഭയങ്കര സിനിമകളാണ്. അതായത് മണിമുത്തൂരിലെ 1000 ശിവരാത്രികൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ ഹൃദയസ്പർശിയായ സിനിമയാണ്. ആ സിനിമയൊക്കെ എത്രയും പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമയാണ്. ഏറ്റവും നല്ല അടിപൊളി സിനിമയാണ് മണിമുത്തൂരിലെ 1000 ശിവരാത്രികൾ. അതിൽ യാതൊരു തർക്കവുമില്ല. അതൊക്കെ ഇന്നും നമ്മളെ ഡോക്ടറൊക്കെ ഇന്നും നമ്മളെ മനസ്സിൽ ജീവിച്ചിരിക്കുക. അതേപോലെയാണ് മറ്റൊരു സിനിമയാണ് ജോഷി സംവിധാനം ചെയ്ത സംഘം. ഇനി അടുത്ത് എനിക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള 1-2 സിനിമകളുടെ, അതായത് സംഘം, മണിമുത്തൂരിലെ 1000 ശിവരാത്രികൾ, അങ്ങനെയുള്ള സിനിമകളുടെ കുറച്ച് ഭാഗങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട്. ചെയ്യണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിനു ശേഷം ഒരു കാര്യം കൂടി പറയാനുള്ളത്, എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. ഈ ആവനാഴിയിലെ ചില രംഗങ്ങളൂടി ഇതിൽ കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കുട്ടി, ഞാൻ പറയുന്ന അനുസരിക്കൂ, ഇല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. പോട്ടെ മോളെ, ഒന്ന് അടങ്ങ്. എന്താ പറഞ്ഞത്? വൃത്തികേട് കാണിച്ച നിന്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും. ഏത് കോളേജില്? ബീച്ച് വഴി വിടാൻ പറ. സാർ, ഒരു സംശയം. എളുപ്പം സ്റ്റേഡിയം വഴിയല്ലേ? താൻ പറഞ്ഞത് എഴുതാ മതി. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നവൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ തോൽപ്പിക്കുകയല്ലേ? അക്കാപ്പിച്ചയ്ക്ക് സമരിക്കുന്ന തന്നെപ്പോലുള്ള തന്തക്ക്